ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഐക്കൂടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്കൂടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. പിന്നെ പല ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ ഏത് ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലാണ് കണ്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9X 5G എന്ന സ്മാർട്ട് ഫോൺ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ച്വൽ ഡിസൈനും 120 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. 10,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z10X 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ക്യാമറ സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഇതിലും വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 6500 mAh ബാറ്ററി വരുന്നുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലോട്ട് വരുമ്പം 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 17,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി നിങ്ങൾക്ക് ഐക്യൂടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ, കുറച്ച് പഴയ ഫോൺസ് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഐക്യു Z7 Pro 5G എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 7200 എന്ന പ്രോസസ്സർ തന്നെയാണ് ഇതിൽ വരുന്നത്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 4600 mAh ബാറ്ററിയാണ് വരുന്നത്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. 21,000 രൂപ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് പഴയ ഫോണാണ്. ഇനി കുറച്ചും കൂടി ഒരു പുതിയ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐക്യു Z9S 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറേ വരുന്നുള്ളൂ. പേര് കേൾക്കുമ്പം ഇപ്പം MediaTek Dimensity 7200 എന്ന പ്രോസസ്സറിനേക്കാളും ഇത് ബെറ്റർ ആണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. MediaTek Dimensity 7200 എന്ന പ്രോസസ്സറാണ് ഇതിനേക്കാൾ ബെറ്റർ. പിന്നെ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള 5500 mAh ബാറ്ററി വരുന്നുണ്ട്. പക്ഷേ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ വരുന്നുള്ളൂ. അപ്പം 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഡ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഐക്യു Z10 എന്നുള്ള സ്മാർട്ട് ഫോൺ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ കോഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. വളരെ കൂടിയ 7300 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് വേണം എന്നുണ്ടെങ്കിലും ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കുമ്പോൾ 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഇതിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഈ ഫോൺ എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കോഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ല ബാറ്ററിയും വേണമെന്നുണ്ടെങ്കിൽ 22,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മുമ്പ് വരെ ഐക്യു Z9S Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അതിലാണെങ്കിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒക്കെ ക്യാമറയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പം ആ ഒരു ഫോൺ നോക്കുമ്പോൾ കാണുന്നില്ല. മിക്കവാറും ഐക്യു Z10 സെയിൽ കൂട്ടാനായിരിക്കും ആ ഒരു ഫോൺ ഡിസ്കണ്ടിന്യൂ ചെയ്തത്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ
iQOO Neo 10R എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഇപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ വളരെ കൂടിയ 6400 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള iQOO 12 വരുന്നുണ്ട്. ഇപ്പം ഇതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ 50+64+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം വേണമെന്നുണ്ടെങ്കിൽ 47,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ iQOO Neo 10R കൺസിഡർ ചെയ്താലും മതി. ഇനി iQOOയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോൺ വേണം എന്നുണ്ടെങ്കിൽ iQOO 13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇതിലോട്ട് വരുമ്പോൾ 6.82 ഇഞ്ചിൻ്റെ 2K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Elite എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ വരുന്നുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കും. പിന്നെ 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം iQOOയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ iQOO Z9 X5G എന്ന സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്തേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ iQOO Z10 X5G സെലക്ട് ചെയ്തേക്കാം. കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ iQOO Z9 5G ആയിരിക്കും സെലക്ട് ചെയ്യുക. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടായിരിക്കും ഞാൻ പോവുക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ iQOO Neo 10R എന്നുള്ള സ്മാർട്ട് ഫോൺ ഞാൻ സെലക്ട് ചെയ്തേക്കാം. ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ iQOO Z7 Pro, Z9s, Z10 ഇതുപോലുള്ള ഫോണുകൾ സെലക്ട് ചെയ്തോളണം എന്നില്ല. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസ് ആണ്, ക്യാമറ അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ബാറ്ററി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലോട്ട് വരുമ്പം iQOO 13 ഞാൻ സെലക്ട് ചെയ്തേക്കാം. അപ്പം അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ലിസ്റ്റ്. അപ്പം ഇതുപോലെ നിങ്ങൾ ഒഴിവാക്കുന്ന ഫോണുകളും അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫോണുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ലിസ്റ്റും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.